തിരുവനന്തപുരം ബാലരാമപുരത്ത് ശിവക്ഷേത്രം താഴിട്ട് പൂട്ടിയ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് മാർച്ച് നടക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, SDPIയുടെ പരാതിക്ക് പിന്നാലെയാണ് ബാലരാമപുരം ശിവക്ഷേത്രം താഴിട്ട് പൂട്ടിയത്. വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം ആരെങ്കിലും പറയുന്നത് കേട്ട് നഗരസഭ താഴിട്ട് പൂട്ടുന്നു. വലിയ പ്രതിഷേധമോ തുടങ്ങാനിരിക്കുന്നത്? ബാലരാമപുരം ശിവക്ഷേത്രം താഴിട്ട് പൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. SDPIയുമായി ചേർന്ന് നഗരസഭ ശിവക്ഷേത്രം താഴിട്ട് പൂട്ടിയ സംഭവത്തിൽ നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് ഭക്തരുടെ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. വിനീഷ്, വിവരങ്ങൾ. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ബാലരാമപുരം ആറാലമ്മൂട് ചെറിയകോണം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് SDPIയുടെ പരാതിയെ തുടർന്ന് നഗരസഭാ അധികൃതരുടെ ഒത്താശയോടുകൂടി ആ വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രം പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, താഴിട്ട് പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നഗരസഭ കടന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധം. നെയ്യാറ്റിൻകര ഞാൻ നിൽക്കുന്ന ഈ KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് നിന്ന് നഗരസഭയിലേക്ക് നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ മാർച്ച് ആരംഭിക്കും. വലിയ ഭക്തജന മാർച്ചാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായി ആറാലമ്മൂട് ശിവപുരം ശിവക്ഷേത്രത്തിൻ്റെ കവാടം താഴിട്ട് പൂട്ടിയത് ഈ SDPIയുടെ പരാതിയെ തുടർന്ന് മുസ്ലിം തീവ്രവാദ ശക്തി തുടർന്നാണ് എന്ന ആക്ഷേപം തന്നെയാണ് ഹിന്ദു ഐക്യവേദി പ്രധാനമായും ഉയർത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ശിവപുരം ക്ഷേത്രം താഴിട്ട് പൂട്ടിയത്. അത് കൃത്യമായി തന്നെ അത് പുനഃസ്ഥാപിക്കണം. താഴിട്ട് പൂട്ടിയ നഗരസഭയുടെ നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഹിന്ദു ഐക്യവേദിയും ഒപ്പം തന്നെ നേതൃത്വത്തിലാണ്, ആ നാട്ടിലെ തന്നെ ജനങ്ങളുടെ ഭക്തരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം തിരുവനന്തപുരം നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് നടത്തുന്നത്. പ്രധാനമായും തീവ്രവാദ ശക്തികളാണ്, മുസ്ലിം തീവ്രവാദ ശക്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിന് ഇടതുപക്ഷ അനുഭാവമുള്ള നഗരസഭ അധികൃതരും ഒത്താശ ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ഈ ക്ഷേത്ര പരിസരത്തെ സമീപവാസികളായ ഭക്തരും ഉന്നയിക്കുന്നത്. വർഷങ്ങളായി, കാലങ്ങളായി തന്നെ നിരവധി തവണ ഭക്തർ വർഷങ്ങളായി ആരാധന ചെയ്തു വരുന്ന ഒരു ശിവക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ അത് നഗരസഭയുടെ വസ്തുവാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നഗരസഭാ സെക്രട്ടറി ക്ഷേത്ര പരിസരത്തെത്തുന്നതും ആദ്യം ഒരു ബോർഡ് സ്ഥാപിക്കുന്നതും അതിന് തൊട്ടു പിന്നാലെ തന്നെ ക്ഷേത്രത്തിന് താഴിട്ട് പൂട്ടാനുള്ള നടപടിയിലേക്ക്. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. 100 കണക്കിന് ഭക്തരാണ്, പ്രത്യേകിച്ച് ആ സമീപ പ്രദേശത്തെ ഭക്തരുടെ നേതൃത്വത്തിലാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് ഹിന്ദു ഐക്യവേദികളും അവിടെ സമീപത്ത് വർഷങ്ങളായി ഭഗവാനെ തൊഴുന്ന ഭക്തരും ആവശ്യപ്പെടുന്നത്. ഇല്ലാത്ത പക്ഷം തങ്ങളുടെ വിശ്വാസത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടി നഗരസഭ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരം നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന നിലപാടാണ് ഇപ്പോൾ ഹിന്ദു പ്രധാനമായും ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റ് നിർദ്ദേശങ്ങളോ നോട്ടീസുകളോ ഇല്ലാതെ തന്നെ ആ ഒരു തരത്തിൽ ആ ക്ഷേത്രം താഴിട്ട് പൂട്ടിയതിന് പിന്നിൽ കൃത്യമായ ദുരൂഹമായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SDPIയും CPM സ്വാധീനത്തിലുള്ള നഗരസഭയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിൽ എന്ന ആക്ഷേപമാണ് ഹിന്ദു ഐക്യവേദി പ്രധാനമായി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ടുകൾ പ്രത്യേകിച്ച് അത് കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നിലവിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉയർത്തുന്നത്. എന്തായിരുന്നാലും
അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുക്കുന്ന ശക്തമായ പ്രതിഷേധം ഇവിടെ ആരംഭിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലെ കൃത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു ഐക്യ നേതൃത്വത്തിൽ തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യവുമുണ്ടായി. നമുക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ GK സുരേഷ് ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്രം താഴിട്ട് പൂട്ടാനുണ്ടായത് പിന്നിൽ കോർപ്പറേഷനും ഒപ്പം തന്നെ SDPI നേതൃത്വവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണോ എന്നതാണോ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ കരുതുന്നത്? അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു ഹിന്ദു സമൂഹം കഴിഞ്ഞ 90 വർഷമായിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രം തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞു പിടിച്ചത് പൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തികച്ചും മതമൗലികവാദികളെ പ്രീണനം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. ഇതിനകത്ത് ഇടതുമുന്നണിയും പോലീസ് സംവിധാനവും പൂർണ്ണമായിട്ടും ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത്. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഗതികേടാണ്. ഇങ്ങനെ ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയായാലും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയായാലും ചെയ്തു കൊടുത്ത ഹിന്ദു സമൂഹം ഇന്ന് ആരാധിക്കാൻ വേണ്ടി സ്വന്തം ക്ഷേത്രത്തിൻ്റെ വഴി കിട്ടാൻ വേണ്ടി ഇന്ന് നഗരസഭയുടെ മുന്നിലേക്ക് ധർണ നടത്തേണ്ട ഗതികേടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രശ്നത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂട്ട് പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒരു കാരണവശാലും ഇത് വെച്ച് പൊറിപ്പിക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ തീരുമാനം. ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ഒരു സ്വാധീനത്തിൽ തന്നെയാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നതാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ആക്ഷേപമുയർത്തുന്നത്. നമുക്ക് പിന്നിലായി കാണുന്ന നിരവധി ഭക്തർ, ആ നാട്ടിലുള്ള തന്നെ നിരവധി ഭക്തരാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയുള്ള പ്രഭാകരൻ കൂടി ചേരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം നേരത്തെ തന്നെ നഗരസഭയെ നിങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലും ഭക്തജന കൂട്ടായ്മ നേതൃത്വത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? വർഷങ്ങളായി തന്നെ ഭക്തർ ആരാധിച്ചു പോകുന്ന ശിവക്ഷേത്രം അടച്ചിടുന്നതിന് പിന്നിലുള്ള ദുരൂഹത എന്താണ്? ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ശക്തികളെ പ്രധാനമായും അവർക്ക് ഒരു അനുകൂലമായ നിലപാടാണോ നഗരസഭ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. ഭക്തജനങ്ങളും ഹിന്ദു ഐക്യവേദിയും ചേർന്ന് കളക്ടർക്കും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനുമെല്ലാം പരാതി നൽകുകയുണ്ടായി. പക്ഷേ ഇന്ന് മൗലികവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് നഗരസഭയുടെ ഒരു പോക്ക് കാണുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഹിന്ദു ഐക്യവേദിയും ഭക്തജന സംഘടനകളും ശക്തമായ സമരവുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തടിസ്ഥാനത്തിലാണ് ഈ 1940 മുതൽ രാമനാഥൻ നായർ കൈവശം വെച്ച് അനുഭവിക്കുന്നതും 1970 വെള്ളറട തഹസിൽദാർ, സ്പെഷ്യൽ തഹസിൽദാർ, അഗ്രിമെൻ്റ് ഓഫീസറായിട്ട് ഈ ഭൂമി 1961 മുതൽ രാമനാഥൻ നായരുടെ കൈവശമാണ് എന്നും അതുകൊണ്ട് പട്ടയം കൊടുക്കണമെന്നും 1970 സ്പെഷ്യൽ തഹസിൽദാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നത്തെ അസൈൻമെൻറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ നടപടി ഇവർ പട്ടയം കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. 1974 പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ നടപടികളെല്ലാം നിർത്തിവെച്ച് ഈ പട്ടയം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ ക്ഷേത്രഭൂമി ഇരിക്കുന്ന സ്ഥലം നഗരസഭ പറയുന്നത് അത് പുറംപോക്ക് ഭൂമിയാണ്. പക്ഷെ താങ്കൾ പറയുന്നത് ഇത്തരത്തിൽ പട്ടയം നൽകാനുള്ള നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം നേരത്തെ തന്നെ തഹസിൽദാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ നഗരസഭയുടെ നിലപാട് അത് പ്രത്യേകിച്ച് നഗരസഭ ഭൂമിയായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം അവിടെ നടത്താൻ സാധിക്കില്ലെന്നാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കവാടം ഒരു താഴിട്ട് പൂട്ടിയിരിക്കുകയല്ലേ, ഭക്തജനങ്ങൾക്ക് കയറാൻ പാടില്ല.
ഏതെങ്കിലും ഉടുക്ക് വഴിയിലൂടെ കടന്ന് പൂജ നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ SDPI-ക്കാർ പോലീസിനെ വിളിച്ചു പറയുന്നു. ആ നിമിഷം പോലീസ് വരെയാണ് അവിടെ. അത് തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് നഗരസഭ അതിൻ്റെ ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. പേടിച്ച് ഭക്തജനങ്ങൾ ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വരുന്ന ഡിസംബർ 4-ാം തീയതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവാർഷികമാണ്. 17ാമത് പ്രതിഷ്ഠാവാർഷികവും. അവിടെ അമ്മമാർ ഈ തിരുവാതിര നക്ഷത്രത്തിന് കഞ്ഞി വീഴ്ത്തിന് വരുമ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. അവരെ ഒട്ടിക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ നടന്ന വർഷങ്ങളായി ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നിരവധി ഭക്തരും വർഷങ്ങളായി വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്ര ഭൂമിയാണ്. ഇപ്പോൾ പറയുന്നതിന് പിന്നെ ഉദ്ദേശം എന്താണ്? തിരുവനന്തപുരം ബാലരാമപുരം ശിവക്ഷേത്രം താഴിട്ട് പൂട്ടിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ്. ഭക്തരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. നെയ്യാറ്റിൻകര നഗരസഭയിലേക്ക് ഭക്തരുടെ വൻ മാർച്ച് നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബി വിനീഷ്.